യുദ്ധം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അമേരിക്കയ്ക്കുള്ളിൽ ട്രംപിനെതിരെ ഉയരുന്ന ചോദ്യങ്ങൾ അത്ര ചെറുതല്ല. സമാധാനത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നുവെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ശരിക്കും അമേരിക്കയെ ഒരു വലിയ കുഴിയിലേക്കാണോ തള്ളിയിടുന്നത്? യുഎസ് സെനറ്റിൽ ഇപ്പോൾ ഡെമോക്രാറ്റുകൾ മാത്രമല്ല, റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ചില പ്രമുഖർ പോലും ട്രംപിന്റെ ഈ എടുത്തുചാട്ടത്തെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഇത്ര വലിയൊരു സൈനിക നീക്കം നടത്തിയത് നിയമവിരുദ്ധമാണെന്നാണ് സെനറ്റിൽ ഉയരുന്ന പ്രധാന ആരോപണം. അമേരിക്കയിലെ ഓരോ തെരുവിലും ജനങ്ങൾ ഇപ്പോൾ പ്രതിഷേധവുമായി ഇറങ്ങിക്കഴിഞ്ഞു. ഞങ്ങളുടെ പണം യുദ്ധത്തിന് വേണ്ട, ജീവിതത്തിനാണ് വേണ്ടത് എന്ന മുദ്രാവാക്യം വൈറ്റ് ഹൌസിന് മുന്നിൽ മുഴങ്ങുകയാണ്. വെറുതെ ഉണ്ടാക്കി വെച്ച ഈ യുദ്ധം ബാധിക്കുന്നത് അമേരിക്കയിലെ സാധാരണക്കാരുടെ പോക്കറ്റിനെ കൂടിയാണ്. ഈ യുദ്ധത്തിന്റെ ഒരാഴ്ച പിന്നിടുമ്പോൾ തന്നെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എണ്ണവില കുതിച്ചുയരുന്നു, വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കുന്നു, ഓഹരി വിപണി തകർച്ച നേരിടുന്നു. തന്ത്രപ്രധാനമായ ഹോർമോസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചുപൂട്ടാൻ ഇറാൻ തയ്യാറായാൽ ലോകത്തിന്റെ എണ്ണ വിതരണത്തിന്റെ 20% തടസ്സപ്പെടും. ഇതിന്റെ ഫലം അമേരിക്കയിലെ പെട്രോൾ പമ്പുകളിൽ വരെ അനുഭവപ്പെടാൻ അധിക കാലം വേണ്ടിവരില്ല. അതുകൊണ്ടാണ് അമേരിക്കൻ ജനത ഈ യുദ്ധത്തെ ഭീതിയോടെ കാണുന്നത്. ട്രംപിന്റെ നയങ്ങൾ സ്വന്തം രാജ്യത്ത് തന്നെ വെല്ലുവിളിയാവുമ്പോൾ അദ്ദേഹം ഇറാനോട് ആവശ്യപ്പെടുന്നത് നിരുപാധിക കീഴടങ്ങൽ അല്ലെങ്കിൽ അൺകണ്ടീഷണൽ സറണ്ടർ ആണ്. എന്നാൽ ഖമേനിയുടെ മരണശേഷവും ഇറാൻ കൂടുതൽ കരുത്തോടെ പ്രത്യാക്രമണം നടത്തുന്നത് ട്രംപിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്ന ഒന്നാണ്. സൗദി അറേബ്യയിലെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെയും അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന മിസൈൽ വർഷം അമേരിക്കയെ വല്ലാതെ വിയർപ്പിക്കുന്നുണ്ട്. കേവലം 4-5 ആഴ്ച കൊണ്ട് തീർക്കാമെന്ന് കരുതിയ യുദ്ധം ഒരു വലിയ ചതുപ്പു നിലമായി മാറുകയാണോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന സംശയം. അമേരിക്കൻ സൈനികരുടെ മൃതദേഹങ്ങൾ ഒന്നൊന്നായി തിരികെ വരുമ്പോൾ ട്രംപ് മുൻപ് വിമർശിച്ച ഇറാഖ് യുദ്ധത്തിന്റെ അതേ ഗതി തന്നെയാവുമോ ഈ ഇറാൻ യുദ്ധത്തിനുമെന്ന ഭയം ജനങ്ങൾക്കിടയിൽ പടരുകയാണ്. ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളെയും ഈ യുദ്ധം നേരിട്ട് ബാധിക്കുന്നുണ്ട്. എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിൽ ട്രംപിന്റെ തിട്ടൂരങ്ങൾ തള്ളിക്കളഞ്ഞ ഇന്ത്യ സ്വന്തം താൽപര്യം സംരക്ഷിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് സൂചനകൾ വരുന്നത്. കാത്തിരുന്ന് കാണാം. ലോകം മുഴുവൻ ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുമ്പോൾ ട്രംപ് തന്റെ ഈഗോയ്ക്ക് വേണ്ടി നടത്തുന്ന ഈ പോരാട്ടം ആർക്ക് ഗുണം ചെയ്യുമെന്ന ചോദ്യം പ്രസക്തമാണ്. ട്രംപിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും അദ്ദേഹം സ്വന്തം ലാഭത്തിനായി ആരെയും ബലി കൊടുക്കുമെന്നും അമേരിക്കൻ സെനറ്റിൽ നടന്ന ചർച്ചകൾ വ്യക്തമാക്കുന്നുണ്ട്. ആഭ്യന്തരമായി ജനങ്ങൾക്കിടയിലുണ്ടായ ഈ വിള്ളൽ ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിച്ചേക്കാമെന്നതിലും തർക്കമില്ല. വിനാശത്തിന്റെ സ്വിച്ച് അമർത്തുമ്പോൾ ട്രംപ് വിചാരിച്ചത് പോലെ കാര്യങ്ങൾ അത്ര ലളിതമാകില്ല. ലോകം യുദ്ധക്കനലിൽ ഉരുകുമ്പോൾ അമേരിക്കയിലെ ജനങ്ങൾ സമാധാനത്തിനായി ദാഹിക്കുകയാണ്. വെറുതെ ഉണ്ടാക്കി വെച്ച ഈ യുദ്ധം അമേരിക്കയെ സാമ്പത്തികമായും രാഷ്ട്രീയമായും തകർക്കുമോ എന്ന ഭീതിയിലാണ് അമേരിക്കൻ ജനങ്ങൾ. ട്രംപിന്റെ ഈ കടന്നുകയറ്റം ഇറാനിലെ ഭരണകൂടത്തെ മാറ്റുമോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യം. പക്ഷേ അത് അമേരിക്കൻ ജനതയുടെ ജീവിതത്തെ തകിടം മറിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സ്വിച്ച് ഇടാൻ എളുപ്പമാണ്, പക്ഷേ ആ സ്ഫോടനത്തിനെ പ്രത്യാഘാതങ്ങൾ നേരിടാൻ അമേരിക്ക തയ്യാറാണോ? വരും ദിവസങ്ങൾ ഇതിന് ഉത്തരം നൽകും. അധികാരത്തിന്റെ അഹങ്കാരത്തേക്കാൾ വലുതാണ് ജനങ്ങളുടെ വിശപ്പും സമാധാനവും എന്ന സത്യം ട്രംപ് വൈകിയെങ്കിലും തിരിച്ചറിയേണ്ടതായി വരും.